ഞാൻ തയ്യാറാക്കുന്നത് കുക്കറിലൊന്നുമല്ല, വളരെ പെട്ടെന്ന് തന്നെ പാനിൽ നമുക്ക് ചെയ്തെടുക്കാം. ഉള്ളിയൊക്കെ നല്ല അലിഞ്ഞിറങ്ങുന്ന രൂപത്തിലായിരിക്കും നമ്മുടെ ഈ മുട്ടക്കറിയുടേത്. അപ്പോൾ അതെങ്ങനെയാലും കണ്ടു നോക്കാം. പലർക്കും ഒരു പ്രശ്നമാണ്, ഉള്ളി അധികം വെന്തില്ല, കുഴഞ്ഞില്ല, എങ്ങനെയൊക്കെ നോക്കിയാലും മുഴുവൻ കിടക്കുന്ന പോലെ കിടക്കുന്ന ഉള്ളി. അപ്പോൾ നല്ല അലിഞ്ഞ രീതിയിൽ നമുക്ക് ഈ ഉള്ളിയൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഒരു ടിപ്സ് ഉണ്ട് കേട്ടോ, അതും കൂടെ ഞാൻ ഈ പറയുന്നുണ്ട്, എന്തായാലും കേട്ടൊക്കെ കാണുക. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിലൊക്കെ മുട്ടക്കറി തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കടുക് ചേർത്തതിന് ശേഷം ഇനി സവാളയാണ് നമുക്ക് ആവശ്യം. സവാള നല്ല നൈസായിട്ട്, കുറച്ച് കട്ടിയാലും കുഴപ്പമില്ല. ഞാൻ പറയുന്ന ഈ ടിപ്സ് കൂടി സാധനം കൂടി ചേർക്കുകയാണെങ്കിൽ സവാള ഇച്ചിരി കട്ടിയാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് ഞാൻ അത്യാവശ്യം കുറച്ച് കട്ടിയിലാണ്, ഞാൻ കൈ കൊണ്ടാണ് അരിഞ്ഞെടുത്തത്, സ്ലൈസർ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ വെളിയിൽ ഭയങ്കര മഴയാണ്, അപ്പോൾ അതിൻ്റെ ഒരു ശബ്ദ വ്യത്യാസം എന്തായാലും കാണും, ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു, കുറച്ച് ഉപ്പ്